വിഖ്യാത പാക് ഗസൽ ഗായകൻ ഗുലാം അലി കേരളത്തിലേക്ക് എത്തുന്നു. വിവരങ്ങളുമായി KG ദിനകർ ചേർന്നു. ദിനകർ, ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അസഹിഷ്ണുത എന്ന വിവാദം ആദ്യമായി പ്രകടമായ രീതിയിൽ സാംസ്കാരിക ലോകത്തേക്ക് വന്നത് ഗുലാം അലിക്കെതിരെയായിരുന്നു. അദ്ദേഹത്തെ പാടാൻ പോലും മുംബൈയിൽ പാടാൻ ശിവസേന അനുവദിച്ചില്ല. ഇന്ന് കേരളത്തിലേക്ക് നമ്മൾ അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആ എല്ലാ അസഹിഷ്ണുതയ്ക്കും എതിരായ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? തീർച്ചയായും ഒരു സാംസ്കാരിക കേരളത്തിന് അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ് ഗുലാം അലി കേരളത്തിലേക്ക് വരാം എന്ന് സമ്മതിച്ചു തന്നെ. സ്വർലയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ പരിപാടികളിൽ പങ്കെടുക്കുക. ജനുവരി 15 തിരുവനന്തപുരത്തും 17 കോഴിക്കോട്ടുമാണ് അദ്ദേഹം ഗസൽ സന്ധ്യ അവതരിപ്പിക്കുക. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വരവ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം സാംസ്കാരിക ഇന്ത്യക്ക് വലിയ അഭിമാനക്ഷതമേറ്റ നിമിഷങ്ങളായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ഗസൽ അവതരിപ്പിക്കരുത് എന്ന് ശിവസേന ആവശ്യപ്പെട്ട ആ മുഹൂർത്തം. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ദില്ലിയിലും മുംബൈയിലും 2 പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ശിവസേനയുടെ ഭീഷണിയെ തുടർന്ന് അദ്ദേഹം ആ 2 പരിപാടികളും വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ശിവസേനയുടെ ഭീഷണി കാരണം സംഗീത പരിപാടി മാറ്റിവെച്ചതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗുലാം അലിയുടെ പ്രസ്താവന ഇപ്രകാരമായിരുന്നു: താൻ ദുഃഖിതനും മുറിവേറ്റവനുമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, താൻ ഇന്ത്യക്കാരനാണോ എന്ന് നോക്കിയല്ല ഇന്ത്യക്കാരനാണോ പാകിസ്ഥാൻകാരനാണോ എന്ന് നോക്കിയല്ല ഗസൽ അവതരിപ്പിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അത് പാടില്ലാത്തതാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്, അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലേക്ക് വരരുത് എന്ന ശിവസേന നിലപാടിനെ അങ്ങേയറ്റം ദുഃഖത്തോടു കൂടിയാണ് താൻ നോക്കിക്കാണുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്തരിച്ച ഗസൽ ഗായകൻ ജഗ്ജിത് സിംഗിന്റെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒരു നിമിഷം ശിവസേന നേതാവ് ശ്രീ ഹരികുമാർ നമ്മുടെ ടെലിഫോണിൽ അയച്ചിരുന്നുണ്ട്. ശ്രീ ഹരികുമാർ, ഗുലാം അലി കേരളത്തിൽ പാടാൻ വരികയാണ്. അദ്ദേഹം സമ്മതം അറിയിച്ചിരിക്കുന്നു. മുംബൈയിൽ താങ്കളുടെ പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ തടഞ്ഞതും വലിയ പ്രതിഷേധം ഉയർത്തിയതും അതിനെ തുടർന്ന് അദ്ദേഹം പിൻവാങ്ങിയതും. കേരളത്തിലും അതേ നിലപാടാണോ നിങ്ങൾ സ്വീകരിക്കുക? അതെ, ശിവസേന ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, ശിവസേനയുടെ ഇപ്പോൾ ആ നിലപാട് മാറ്റേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ 1993 തുടങ്ങിയിട്ടുള്ള പാകിസ്ഥാന്റെ കടന്നാക്രമണം, തീവ്രവാദം അല്ലെങ്കിൽ തീവ്രവാദി ആക്രമണങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, അത് ഇന്നും അത് പരിധിയില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ ഇന്ത്യയെ നിരന്തരമായി പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി തീവ്രവാദികൾ കടന്നാക്രമിക്കുമ്പോൾ അവരുമായിട്ടുള്ള യാതൊരു തലത്തിലുള്ള ഒരു സഖ്യവും വേണ്ടെന്ന നിലപാടാണ്. ചർച്ചകളിലൂടെയും സമാധാനപരമായ നീക്കങ്ങളിലൂടെയും അല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തടയേണ്ടത്, അല്ലാതെ കണ്ണിന് കണ്ണ് ചോരയ്ക്ക് ചോര എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ നീക്കേണ്ടത്? അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു ജവാന്റെ ഭാര്യ പ്രതികരിക്കുകയുണ്ടായി. അപ്പൊ ആദ്യം എന്റെ ഭർത്താവിന്റെ നഷ്ടപ്പെട്ട ശിരസ് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ ദുഃഖിതരായിട്ടുള്ള നിരവധി ആളുകൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കുടുംബങ്ങൾ, ഈ പറയുന്ന മരിച്ച സൈനികർ അല്ലെങ്കിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അപ്പൊ അവർക്കൊന്നും നീതി കിട്ടാത്ത സമയത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ശ്രീ ഹരികുമാർ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ സ്ഥിരമായി ഈ പാകിസ്ഥാന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ അടക്കം, ഇപ്പോൾ BJP സർക്കാരാണല്ലോ, താങ്കളുടെ പാർട്ടി കൂടി പങ്കാളിയായ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? ചർച്ചകളിലൂടെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കണമെന്നല്ലേ ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അടക്കം പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലൊരു, ഈ മനുഷ്യൻ എന്തായാലും ഇവിടെ വന്ന് ആരെയും വെടിവെച്ചിട്ടൊന്നുമില്ലല്ലോ, ഇദ്ദേഹത്തെ പോലൊരു വലിയൊരാൾ വരുമ്പോൾ നമ്മൾ എതിർക്കുന്നത്? ചർച്ചകളും സമാധാനപരമായ നീക്കങ്ങളും ഒക്കെയല്ലേ വരേണ്ടത്? അതിലൂടെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അതല്ലേ അതിന്റെ ശരി? പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ അതല്ല വെളിവാക്കുന്നത്. നമുക്കറിയാം, 2000 പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫ് ഇന്ത്യ സന്ദർശിച്ചു. അതിന് തൊട്ടു പിന്നാലെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇതിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റ് ആക്രമിക്കപ്പെട്ടത്. അന്ന് നമ്മുടെ ഈ പറഞ്ഞ ഇന്നിപ്പോ പലതും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ചാനലുകളിൽ സംസാരിക്കുന്ന ജനപ്രതിനിധികൾ അല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങൾ, അവർ പോലും അന്ന് തലനാരിഴക്കാണ് അന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ അത്തരത്തിലുള്ള തീവ്രവാദം, അതിനെതിരെ ഒരു ശക്തമായ ശ്രീ ഹരികുമാർ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇത്തരത്തിൽ ഇവരെ തടയുകയും, നിങ്ങൾ ഗുലാം അലിയെ തടയുന്നു, ക്രിക്കറ്റ് പിച്ച് കുത്തിപ്പൊളിക്കുന്നു പാകിസ്ഥാൻ കളിക്കാൻ വരുമ്പോൾ, ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ സമാധാനം നിങ്ങൾക്ക് അവിടെ ലഭ്യമായിട്ടുണ്ടോ? അത് ഒരു ചോദ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അതിന് ഇത്തരത്തിൽ അതിർത്തിയിൽ നമുക്കെതിരെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി നമ്മുടെ സൈന്യം കൊടുക്കുന്നുണ്ട്. പാർലമെന്റിന്റെ കുറ്റക്കാരായവരെ തൂക്കിലേറ്റുന്ന ഒരു വാർത്ത അതൊക്കെ കഴിഞ്ഞു പോയാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലില്ലേ? പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ കലാകാരന്മാരോടക്കം ഈ അസഹിഷ്ണുത പുലർത്തുന്നത് എന്നാണ് ചോദ്യം വരുന്നത്.
അല്ല, ഞാൻ അവിടെയാണ് നേരത്തെ ചോദിച്ചത്. 1993 ബോംബെ സ്ഫോടന പരമ്പര, അതിലെ മുഖ്യപ്രതി ദാവൂദ് ഇബ്രാഹിം ഇന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അല്ലെങ്കിൽ ISIയുടെ സംരക്ഷണത്തിൽ പാകിസ്ഥാനിൽ കഴിയുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവരാനോ വേണ്ട ശിക്ഷ കൊടുക്കുവാനോ ഇന്ത്യൻ സർക്കാരിനോ സൈന്യത്തിനോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ 2008 ബോംബെ തീവ്രവാദി ആക്രമണം, ഇതിനെ തുടർന്നുണ്ടാകുന്ന നിരവധി ഞാൻ പറഞ്ഞ പാർലമെന്റ് ആക്രമണം. അപ്പൊ ഇന്ത്യയിൽ കിട്ടുന്ന 1-2 പേരെ മാത്രം ഇതിൽ പ്രതിയാക്കി ശിക്ഷിക്കുന്ന ഒരു സമീപനമാണ്. അതേസമയം 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടു അമേരിക്കയിൽ. ഇത് 2011 അമേരിക്കൻ സൈന്യം പാകിസ്ഥാനിലെത്തി അതിന്റെ സൂത്രധാരനായിട്ടുള്ള ബിൻ ലാദനെ വകവരുത്തി. ശ്രീ ഹരികുമാർ, അത് സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളാണ്, അത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു സാംസ്കാരിക പ്രവർത്തകനോട് ഇത്തരത്തിൽ അസഹിഷ്ണുത പുലർത്തിയാൽ ഈ കാര്യങ്ങളൊക്കെ നേരെയാകും എന്ന് കരുതുന്നുണ്ടോ? അതിന് മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യേണ്ടത് സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന മന്ത്രിമാരുമാണ്. അല്ലാതെ ഒരു സാംസ്കാരിക നായകനെ തടയുകയോ ഇവരുമായുള്ള എല്ലാ സമാധാന ചർച്ചകളും ഇല്ലാതാക്കുകയോ ചെയ്താൽ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുവോ? അല്ല, ഞങ്ങൾ ഇതിൽ ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത്. നേരത്തെ തന്നെ പാക് വിദേശകാര്യമന്ത്രി അന്ന് മുംബൈയിൽ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് നടത്തുന്ന സമയത്ത് ശിവസേന ആവശ്യപ്പെട്ടത് വേറൊന്നുമല്ല. ശിവസേന പറഞ്ഞത് ഇന്ത്യയിൽ മരിച്ച, കാർഗിൽ നിരവധി യുദ്ധത്തിൽ മരിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ പരിപാടി നടത്തണമെന്നാണ്. അതിന്റെ സംഘാടകർ തയ്യാറായില്ല. ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരാരും തന്നെ ഇന്ത്യയിൽ ഈ പറയുന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ രക്തസാക്ഷികളെ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നടപടിയെ അതിനെ തിരുത്തുവാനോ അതിനെ അപലപിക്കുവാനോ ആരും തന്നെ തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇവരുടെ പരിപാടികൾ ഇന്ത്യയിൽ തടയാൻ വേണ്ടി ശിവസേന തീരുമാനിച്ചത്. മറിച്ച് ഈ പറയുന്ന ഭിന്നാഭിപ്രായമുള്ള ഈ പാകിസ്ഥാന്റെ തീവ്രവാദത്തെ അതിനെ അപലപിക്കുന്ന ആർക്കും അതിനെ തുറന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ അഡ്വക്കേറ്റ് ഹരികുമാർ, ഈ ഗുലാം അലി അത്തരത്തിൽ എന്തെങ്കിലും പറയുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലോ. അദ്ദേഹം ഇവിടെ വന്ന് പങ്കെടുത്താലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായി അദ്ദേഹത്തിന് വരാനൊരു അവസരം നിങ്ങൾ കൊടുക്കൂ. അല്ല, ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ സംഘാടകർ പലപ്പോഴായിട്ട് പറയുന്നത് ഇന്ത്യയിൽ വന്ന ഇവരുടെ പലരുടെയും സർഗാത്മകത അത് അവർക്ക് പ്രകടിപ്പിക്കുവാനുള്ള അവസരം വേണം, അല്ലെങ്കിൽ ഇവിടെ കുറെ പേർക്ക് ഇത് ആസ്വദിക്കുവാനുള്ള. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ അതിർത്തികളിൽ നിരന്തരമായിട്ട് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ തീവ്രവാദി ശ്രീ ഹരികുമാർ, ശരി, താങ്കളുടെ നിലപാട് തിരുത്താൻ കഴിയുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, വ്യക്തമായി മറുപടി പറയണം. കേരളത്തിൽ ഗുലാം അലിയെ നിങ്ങൾ തടയുമോ ഇല്ലയോ? അല്ല, അത് ശിവസേന സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ്. അപ്പൊ അതിൽ ഏത് പരിപാടിയെ തടയുമെന്നുള്ള ശിവസേനയുടെ പ്രഖ്യാപനമാണ്. അതിൽ മാറ്റം വരാത്ത സാഹചര്യത്തിൽ ശിവസേന അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളോട് മുന്നോട്ട് പോകും. അതായത് ഗുലാം അലിയുടെ വേദിയുടെ മുന്നിൽ, അദ്ദേഹം പാടാൻ ഇവിടെ എത്തുന്ന ആ വേദിയുടെ മുന്നിൽ വലിയ പ്രതിഷേധവുമായി തടയാൻ നിങ്ങൾ ഉണ്ടാകുമെന്നാണോ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും ഉണ്ടാവും. ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധ രൂപമാണ് നിങ്ങൾ സംഘടിപ്പിക്കാൻ പോവുക? അല്ല, അത് ആ പരിപാടിയെ കുറിച്ചുള്ള വിവരങ്ങൾ, പൂർണ്ണ രൂപങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമല്ല. ഏതായാലും ജനുവരി 15-നും 17-നും ഒരു ഗസൽ സന്ധിയിൽ അദ്ദേഹം ഇവിടെ പാടുമെന്നാണല്ലോ നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. നിങ്ങൾ ആ പരിപാടി തടയും? അതെ, അത് ഞങ്ങൾ തടയുമെന്നുള്ള ഞങ്ങളുടെ പ്രത്യക്ഷമായിട്ടുള്ള നിലപാടാണ്. അത് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സംവിധാനവും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും. അത് എന്ത് സംവിധാനമാണ് താങ്കൾ സ്വീകരിക്കുക? ഒരു പോലീസ് സംവിധാനം ഉണ്ടാക്കുമെന്ന് പറയുന്നത് പോലെയാണല്ലോ താങ്കൾ പറയുന്നത്. എന്ത് സംവിധാനമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനുവേണ്ടി ഉണ്ടാക്കുക? അല്ല, രാഷ്ട്രീയ പാർട്ടി ഏത് തരത്തിലാണ് പ്രതിഷേധം, അപ്പോൾ ഞങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് ആ പ്രതിഷേധ പരിപാടികൾ അതിന് ഞങ്ങളുടെ അപ്പോഴേ സാഹചര്യങ്ങളിൽ അതിന് വ്യക്തമായിട്ടുള്ള രൂപം നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഏത് തരത്തിലാണ് പോലീസ് നിലപാടെടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഇവിടെ സുരക്ഷ അല്ലെങ്കിൽ മറ്റുള്ളവർ, അപ്പൊ അതിന് അനുസരിച്ചായിരിക്കും ശിവസേനയുടെ നിലപാട്. മറ്റൊന്ന്, നിങ്ങൾ മുംബൈയിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികളുമായി വന്നപ്പോൾ നിങ്ങൾ കൂടി പങ്കാളികളായ സർക്കാരാണ് അവിടെ ഉള്ളത്. BJP അതിനെ എതിർത്തിരുന്നു. ഇവിടെയും അത്തരത്തിലൊരു നടപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ? അല്ല, BJP ഇപ്പോൾ പല കാര്യങ്ങളിലും BJP സഹിഷ്ണുതയോട് കൂടിയാണ് അവർ കാണുന്നത്. അവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനോ അവർക്ക് ഈ ദേശ താല്പര്യത്തിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ഒരു വെള്ളം ചേർത്തൊരു നിലപാടാണ് BJP സ്വീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്ന ശേഷം ഈ പറഞ്ഞ ദാവൂദ് ഇബ്രാഹിമിനെയും ഇതുപോലെയുള്ള ബോംബ് സ്ഫോടനത്തിലെ പ്രതികൾ, 2008 സ്ഫോടന കേസിലെ പ്രതികളെ തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ഹരികുമാർ, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ദിനകർ ഇത് തന്നെയാണ് പറയുന്നത്. മുംബൈയിലെ അതേ അനുഭവം ശിവസേന ഇവിടെയും കേരളത്തിലും ഗുലാം അലി പാടാൻ വന്നാൽ അത് തടയുമെന്ന് ശിവസേനയുടെ നേതാവ് പറയുമ്പോൾ സാംസ്കാരിക ലോകത്തിൽ വളരെ അഭിമാനമായി നമ്മൾ കൊണ്ടുവരുന്ന ആ പരിപാടിക്ക് മുന്നിലേക്ക് ഇവർ പ്രതിഷേധവുമായി എത്തുക തന്നെ ചെയ്യും. തീർച്ചയായും മനു, ശിവസേന അക്കാര്യം വ്യക്തമാക്കുന്നു. കേരളത്തിലും അദ്ദേഹത്തെ തടയും എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനം
എത്രത്തോളം ഫലവത്താകും എന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. കാരണം കേരളം അത്തരത്തിൽ അല്ലെങ്കിൽ ശിവസേനയുടെ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടുകൾക്ക് അനുസൃതമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. കേരളം മതേതര സമൂഹമാണ്. ശക്തമായ നിലപാട് ഇക്കാര്യങ്ങളിൽ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പരിപാടിയും തടയും എന്ന ശിവസേനയുടെ നിലപാട് വലിയ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ വലിയൊരു വാർത്ത തന്നെയാണ് നമുക്ക് ഇപ്പോൾ പുറത്തുവിടാൻ കഴിയുന്നത്. നേരത്തെ ദില്ലിയിലും മുംബൈയിലും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ തടയും എന്ന ശിവസേന തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതിനെ തുടർന്നാണ് അദ്ദേഹം ഇന്ത്യയിലെ പരിപാടികൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും അതിൽ താൻ വളരെയേറെ ദുഃഖിതനാണ് എന്നും അദ്ദേഹം പ്രസ്താവിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം ശിവസേനയുടെ കേരളത്തിലെ ഘടകത്തിൻ്റെ നിലപാട് നോക്കിക്കാണാൻ. നിലവിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിലപാട് ശിവസേനയ്ക്ക് മാറ്റേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് ശിവസേന വ്യക്തമാക്കുന്നത്. മനു, ദിനകർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇനി ഇന്ത്യയിലേക്കില്ല എന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ നിലപാട് തിരുത്തി അദ്ദേഹം കേരളത്തിലേക്ക് പാടാൻ വരുമ്പോൾ ഒരുപാട് മതേതര മനസ്സുള്ള കേരളത്തിൻ്റെ ആ ഏറ്റവും വലിയ അംഗീകാരം, കേരളത്തിൻ്റെ മതേതര മനസ്സിന് ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ് രാജ്യത്ത് അസഹിഷ്ണുത എന്ന വിവാദം ഏറ്റവും ശക്തമായ രീതിയിൽ ചർച്ച ചെയ്യുമ്പോഴാണ് അസഹിഷ്ണുതയ്ക്ക് ഇരയായ ഒരു സാംസ്കാരിക നായകൻ അദ്ദേഹം കേരളത്തിലേക്ക് തൻ്റെ അല്ലെങ്കിൽ തൻ്റെ സംഗീത പരിപാടിയുമായി വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ വലിയ ഒരു സംഭവം തന്നെയാണ്. അദ്ദേഹം ഗുലാം അലി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെ, അദ്ദേഹം കേരളത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച്, സ്വർലയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് സ്വാഭാവികമായും കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം തന്നെയാണ്. എന്നാൽ അതിനെ ഇല്ലാതാക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ ശിവസേനയുടെ നിലപാട് മൂലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സാംസ്കാരിക കേരളം ഒരിക്കലും അത്തരം ഒരു നിലപാടിന് അനുസൃതമായി നിൽക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത്തരത്തിലുള്ള നിലപാടുകളെ എന്നും സാംസ്കാരിക കേരളം ചേർത്ത് തോൽപ്പിച്ചിട്ടുമുണ്ട്, മതേതര കേരളം ചേർത്ത് തോൽപ്പിച്ചിട്ടുമുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗസൽ മലയാളികൾക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ദിനകർ പറഞ്ഞ ആ വാക്ക് തന്നെയാണ് കറക്റ്റ്. ആ ഗസൽ അനുഭവിക്കാൻ തന്നെ നമുക്ക് കഴിയണം. കാരണം അത്രമാത്രം മനോഹരമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരു കാര്യം കൂടി, ഈ സംഗീത പരിപാടിയുടെ അതിൻ്റെ ഒരു ഘടനയുടെ രൂപം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏത് തരത്തിലായിരിക്കും, എപ്പോഴായിരിക്കും സമയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? മനു, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ജനുവരി 15 തിരുവനന്തപുരത്തും ജനുവരി 17 കോഴിക്കോട്ടും ആണ് നടക്കുക. 2 ദിവസങ്ങളിലായിട്ടാണ് പരിപാടി നടക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. തീർച്ചയായിട്ടും KG ദിനകറാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഗുലാം അലി, വിഖ്യാത പാക് ഗസൽ ഗായകൻ ഗുലാം അലി കേരളത്തിൽ പാടാൻ വേണ്ടി എത്തുന്നു. ജനുവരി 15 ജനുവരി 17 അദ്ദേഹം തിരുവനന്തപുരത്തും കോഴിക്കോടും പരിപാടിയിൽ പങ്കെടുക്കും. സ്വർലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുക.